രണ്ടുപേരും പ്രവേശിക്കുന്നത് എന്ന് പ്രത്യേകമായി ഓർക്കണം. പൊരുത്തപ്പെടുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാരണം മനുഷ്യൻ്റെ സ്വാധീനങ്ങളും ജനിതകമായ സ്വാധീനങ്ങളാണ്. അവയെങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തിക്കൊണ്ടുള്ള അനുഗ്രഹീത തത്വത്തിലാണ് കൂട്ടായ്മ പോലെയുള്ള ഒരു അനുഗ്രഹീതമായ കൂട്ടായ്മയാണ് ഭാര്യ ഭർത്തൃ ബന്ധമെന്ന്. ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിക്കണം. കുടുംബജീവിതത്തിൽ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ ജനിച്ച് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവം തന്നിരുന്ന വിശ്രമം ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവസംഘത്തിൽ പ്രാർത്ഥിച്ച് ഒരു പുതിയ ദിവസം തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബജീവിതം അനുഗ്രഹപരമായി തീരും. രണ്ടുപേരെ
നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ
സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമാർത്താവ്
സകല കപട സ്നേഹത്തെയും ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാർത്ഥം കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭ്രങ്ങളായ ശുശ്രൂഷ പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സ്വയങ്ങളായ ദുഷ്ടമനുഷ്യന്റെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സർവസരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. ഇതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാൻ ഇവരുടെ മക്കൾക്കും ഇതിന് അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയമുള്ള ശ്രീമായ ോ
നിന്റെ ദൈവിക